എക്സാലോജി കേസിലെ SFIO അന്വേഷണം റദ്ദു ചെയ്യണമെന്ന മുഖ്യമന്ത്രിയുടെ മകൾ തൈക്കണ്ടിയിൽ വീണയുടെ ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളി. ഹർജി തള്ളുന്നു എന്ന ഒറ്റവരി പറഞ്ഞ ഹൈക്കോടതി നാളെ വിശദമായ ഉത്തരവ് അപ്ലോഡ് ചെയ്യും. കമ്പനി നിയമത്തിൽ 210 പ്രകാരമുള്ള അന്വേഷണം നടക്കവേ 212 പ്രകാരമുള്ള അന്വേഷണം പാടില്ല എന്നതായിരുന്നു വീണ വിജയന്റെ വാദം. ഈ വാദം കോടതി അംഗീകരിച്ചിട്ടില്ല. എന്നാൽ SFIO അന്വേഷണത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ? എങ്ങനെയാണ് കോടതി KSIDCയുടെ റോൾ കണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നാളെ അറിയാനാകൂ. തിരിച്ചടിയുടെ ആഴമെത്ര? അഡ്വക്കേറ്റ് അനിൽകുമാർ CPIM, CP ജോൺ CMP ജനറൽ സെക്രട്ടറി, JR പത്മകുമാർ BJP എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം അഡ്വക്കേറ്റ് അനിൽകുമാർ, വീണ വിജയന്റെ ഹർജി തള്ളുന്നു. ഇനി വീണയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണവുമായി SFIO അന്വേഷണവുമായി സഹകരിക്കുകയല്ലാതെ മറ്റ് നിവൃത്തിയില്ല എന്ന് ബോധ്യമായില്ലേ? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കേണ്ട വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് കമ്പനി നിയമത്തിലടക്കം തിരിമറി നടത്തിക്കൊണ്ട് റിസർവ് ബാങ്കിൻ്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും എതിർപ്പുകളും മറികടന്ന് നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്ത് ചെയ്തതെന്നും അതിൻ്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപ നമ്മുടെ രാജ്യത്ത് കോർപ്പറേറ്റുകളിൽ നിന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും BJP എല്ലാം ബൂർഷ്വാ പാർട്ടികളെല്ലാം കൈപ്പറ്റിയെന്നും ആ സീരിയസ് ഫ്രോഡിൻ്റെ ആഴത്തെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്നലെ രാജ്യം ശ്രദ്ധിക്കുന്നൊരു വിധി പ്രസ്താവിച്ചിരുന്നു. അവർ ഇത്ര കക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കെട്ടൂടെ എന്നാണോ അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞു വരുന്നത്? ഞാൻ പറയാത്ത കാര്യം നികേഷിൻ്റെ മനസ്സിൽ തോന്നുന്നത് സാമാന്യ ബുദ്ധിയല്ല കേട്ടോ, അതൊരു ഒരു ഒരു വല്ലാത്ത ബുദ്ധിയാണ്. ആ ബുദ്ധി ശരിയായ ബുദ്ധിയല്ല. ഞാൻ പറയാത്ത കാര്യം എങ്ങനെയാണ് വരുന്നത്? അവർക്ക് കക്കാമെങ്കിൽ ഞങ്ങൾക്ക് കട്ടുകൂടെ എന്ന് തീരുമാനിക്കാത്ത ഒരേ ഒരു പാർട്ടി CPM ആണെന്ന് ഇന്നലെ വിധിച്ചു. കോൺഗ്രസ്സുകാർ കട്ടു, അദാനിയുടെ കാശ് വാങ്ങിച്ചു, BJPക്കാർ അദാനിയുടെ കാശ് വാങ്ങിച്ചു. ഇന്ത്യ രാജ്യത്ത് കേരളം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭരണകക്ഷികളുടെ പാർട്ടികൾക്ക് കോടിക്കണക്കിന് രൂപ ഇന്ത്യ രാജ്യത്തു നിന്നും തെരഞ്ഞെടുപ്പ് നിയമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് വാങ്ങാനായി എന്നും അതിൽ വാങ്ങാൻ പറ്റാത്ത ഒരേ ഒരു പാർട്ടി CPM ആണെന്നും ഒരു വിധിന്യായം നമ്മുടെ മുന്നിൽ വന്നപ്പോൾ നികേഷിനെ പോലൊരു മുതിർന്ന പത്രപ്രവർത്തകൻ എന്നോട് ചോദിക്കുകയാണ്, അവർക്ക് കക്കാം, ഞങ്ങൾക്ക് കുറച്ച് കക്കാൻ മേലെന്ന്. അപ്പം നികേഷ് ഇന്നത്തെ വിധിന്യായവും വായിച്ചില്ല, ഇന്നത്തെ പത്രവും വായിച്ചില്ല. അതിന് കാരണം എന്താണ്? നിങ്ങളുടെ സ്ഥാപിത താല്പര്യമാണ്, അങ്ങയുടെ വ്യക്തിപരമായ താല്പര്യമല്ല, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ സ്ഥാപിത താല്പര്യമാണ്. അത് കമ്മ്യൂണിസ്റ്റ് വിരോധമാണ്, അത് മാർക്സിസ്റ്റ് വിരോധമാണ്. അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയെ ഇതുപോലെ കൈകാര്യം ചെയ്തെന്ന് മാത്രമല്ല, ഇന്നലത്തെ ആ കോടതി വിധിയുടെ 13ാം വകുപ്പ് ഒന്ന് വായിക്ക്. ബഹുമാനപ്പെട്ട നികേഷ് തന്നെ ഇന്ന് പറഞ്ഞല്ലോ, ബാംഗ്ലൂരിലെ കോടതി വിധിയുടെ വകുപ്പ് കിട്ടിയില്ല, അല്ലെ വിധിന്യായം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. എന്തൊക്കെയാണ് കോടതി പറഞ്ഞതെന്ന് നമുക്കറിയില്ല, റീസണിങ് അറിയത്തില്ല. പക്ഷേ ഇന്ന് മറ്റേ വിധിയുടെ റീസണിങ് നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ 13ാം പേജിൽ എന്താ പറയുന്നത്? ഏത് റീസണിംഗ് ആണ് ആവശ്യമുള്ളത്? SFIO അന്വേഷണം സാധ്യമല്ല. 210 പ്രകാരമുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ 212 പ്രകാരമുള്ള അന്വേഷണം പാടില്ല എന്നുള്ളതായിരുന്നു തൈക്കണ്ടിയിൽ വീണയുടെ കർണാടക ഹൈക്കോടതിയിലുള്ള വാദം. അത് പൊളിഞ്ഞിരിക്കുന്നു. അന്വേഷണം തുടരാം എന്ന് കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ അന്വേഷണം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ അതിനെ തടസ്സപ്പെടുത്താനുള്ള വീണ വിജയന്റെ നീക്കം പരാജയപ്പെട്ടിരിക്കുന്നു. അതൊന്നും അതിലേക്ക് വരികയാണ്. അതിന് മുന്നൊരു കാര്യം പറയുന്നത്, നമ്മുടെ മുമ്പിൽ കിട്ടിയൊരു വിധിന്യായം ഉണ്ടല്ലോ. ആ വിധിന്യായം എന്ന് പറയുന്നത് ഇവിടുത്തെ റിസർവ് ബാങ്ക് മോദിയോട് പറഞ്ഞ എന്താണ്? നിങ്ങൾ ഈ പണിക്ക് പോകരുത്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ എന്താണ്? നിങ്ങൾ ഈ പണിക്ക് പോകരുത്. അങ്ങനെ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ മുഴുവൻ പിച്ച് കീറിയിട്ട് കോടിക്കണക്കിന് രൂപ സീരിയസ് ഫ്രോഡ് നടത്തി നരേന്ദ്രമോദി. അതിന് കഞ്ഞിവെച്ച് കൊടുക്കുക മാത്രമല്ല, അതിന് കോടിക്കണക്കിന് രൂപ കോൺഗ്രസ് കൈപ്പറ്റി, തൃണമൂൽ കോൺഗ്രസ് കൈപ്പറ്റി. അങ്ങനെ ഇന്ത്യ രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൈപ്പറ്റിയപ്പോൾ ആ പണിക്ക് പോകാത്ത ഏക പാർട്ടി CPM ആണ്. CPI അതിന് പോയിട്ടില്ല. ഇത് രജതരേഖ പോലെ നമ്മുടെ മുന്നിൽ വന്നിട്ടും നിങ്ങൾക്ക് ആ വിധിന്യായം കിട്ടിയിട്ടും അങ്ങനെയല്ലല്ലോ നമ്മൾ സാധാരണഗതിയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എടുത്തിട്ടാണ് സാധാരണഗതിയിൽ അവലോകനം ചെയ്യുക. ഒരാഴ്ചത്തെ കേസല്ല നമ്മൾ എടുക്കാറുള്ളത്. ഇന്നലത്തേത് ഇന്നലെ ചർച്ച ചെയ്തു, ഇന്നത്തേത് ഇന്ന് ചർച്ച ചെയ്യൂ. അതിന് ധൈര്യം കാണിക്കൂ അഡ്വക്കേറ്റ് അനിൽകുമാർ. ഞാൻ തൻ്റെ ഇടത്തോടെ ഈ ചർച്ചയ്ക്ക് വരുന്നത് എന്തിനാ? ഇത് പറയാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്ത് ധൈര്യക്കുറവ്!
ഞങ്ങൾക്ക് എന്താ ധൈര്യക്കുറവ്? ഇപ്പൊ അതാ പുതിയ കഥ വന്നിട്ടുള്ളൂ, അതിനെക്കുറിച്ച് പറയണോ? കാനഡയിൽ വീണ വിജയന് കമ്പനി, കാനഡയിൽ വീണ വിജയന് കമ്പനി നിന്ന് പത്രത്തിൽ വാർത്തയുണ്ടല്ലോ, ആരോ സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ടപ്പോൾ വാർത്തയുണ്ടല്ലോ. നമുക്ക് അതങ്ങ് ചർച്ച ചെയ്ത് കളയാം. ഞങ്ങൾക്ക് എന്താ ഭയം? പിന്നെ ഈ വീണയുടെ അമ്മയ്ക്ക് കമല ഇന്റർനാഷണൽ വലിയ കമ്പനി ആയിരുന്നല്ലോ, നമുക്കതങ്ങ് ചർച്ച ചെയ്ത് കളയാം. നമുക്ക് ലാവ്ലിൻ കേസിന്റെ ഉള്ളറകളിലേക്ക് ചർച്ച ചെയ്യാം. ഏത് ചർച്ചയ്ക്കാൻ ഞങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെ ആരെങ്കിലും ബഹുമാനപ്പെട്ട നികേഷ് പറയുന്ന പോലെ ഭയപ്പെടുന്നവരാണ് ഞങ്ങൾ ഇവിടെ ഇല്ലല്ലോ. സ്വർണ്ണക്കടത്തോ, നമുക്ക് ചർച്ച ചെയ്ത് കളയാം. ഏത് കാര്യത്തിലാണ് ഞങ്ങൾക്ക് ഭയപ്പെട്ടത്? അപ്പൊ ഇത് വന്ന ഒരു ഭയം. എന്ത് ഭയം? ഇവിടെ അന്തസ്സോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് CPM-ന്റെ രാഷ്ട്രീയ നിലപാട്. ഇപ്പൊ കർണാടകത്തിലെ ഒരു കോടതി തള്ളിയ ഉടനെ അയ്യോ ഭയം, വീണ കുടുങ്ങി. ഇതല്ല ഇന്നത്തെ മാധ്യമങ്ങളുടെ വാർത്ത. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ ജയിലിലേക്ക് ഇട്ടിട്ട് ഇതേ ഹൈക്കോടതി തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ പേരുള്ള കേസങ്ങ് തള്ളിയായിരുന്നല്ലോ, ജാമ്യാപേക്ഷ. ആ ജാമ്യാപേക്ഷയിലുള്ള ഓർഡർ എൻ്റെ കയ്യിൽപ്പെട്ടൊന്ന് വായിച്ചു നോക്കിയേ. ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കാൻ പറ്റത്തില്ല. അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന എന്തിന്? കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ നിങ്ങൾ ഭയമാണോ? അന്വേഷണത്തെ ഭയമാണോ? നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളല്ലേ. നിങ്ങൾക്ക് എന്താ ഭയമാണോ? കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ 1 കൊല്ലം ജയിലിലിട്ടിട്ട് അന്നത്തെ കർണാടക ഹൈക്കോടതി ജാമ്യം അനുവദിക്കാത്ത കോടതി വിധികളുണ്ട്. അത് കഴിഞ്ഞ് അതേ ഹൈക്കോടതി തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ എന്തിനാണ് നിങ്ങൾ ഇത്രയും കാലം പീഡിപ്പിച്ചതെന്ന് അവരോട് തിരിച്ചു ചോദിച്ച കോടതി വിധിയുണ്ട്. ഇതേ കർണാടകത്തിൽ തന്നെ നീതി തെളിഞ്ഞ അവസരങ്ങൾ പിന്നീടാണെന്ന് ചരിത്രം പറയുന്നില്ലേ? അതുകൊണ്ട് വീണ വിജയൻ ഇന്ന് രാത്രിയിൽ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടില്ല. ഇനി അങ്ങയോട് കൃത്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? വീണ വിജയനും CMRലും തമ്മിലുള്ള ബന്ധം കമ്പനി ബന്ധമാണ്, കരാർ ബന്ധമാണ്, ടാക്സ് അടച്ച ബന്ധമാണ്, നിയമപരമായ ബന്ധമാണ്. അത് അന്വേഷിക്കുന്നതിന് ആർക്കും പരാതിയില്ല ഞങ്ങൾ പറഞ്ഞല്ലോ. പ്രശ്നം എന്താ? പ്രശ്നം അങ്ങ് പറഞ്ഞു 210, 212. ബഹുമാനപ്പെട്ട നികേഷ് കുമാർ 210, 212 തമ്മിൽ പറയുന്നതിന് എത്ര വ്യത്യാസമുണ്ട്? വ്യത്യാസം അരമിനിട്ടോ? അത്രയും വ്യത്യാസം മതിയോ അന്വേഷണത്തിന്? ഒരു അന്വേഷണം വരികയാണ് ജനുവരി മാസം 22, 23 പറയുകയാണ്, കോർപ്പറേറ്റ് രജിസ്ട്രാർമാർ 3 പേര് കൂടിയിട്ട് പെട്ടെന്നൊരു അന്വേഷണം നടത്താൻ പോവാണ്. മദ്രാശി, കർണാടകം, കേരളം 3 രജിസ്ട്രാർമാർ കൂടി, കമ്പനി രജിസ്ട്രാർമാർ കൂടി ഒരു സമിതിയെ വെച്ചിരിക്കുകയാണ്. 210 അന്വേഷണം. ആ 210 അന്വേഷണം നടന്നോ? 210 അന്വേഷണം നടത്താതെ 212ലേക്ക് എന്തിനാ ചാടിക്കറി പോയത്? അങ്ങനെ 210 റദ്ദ് ചെയ്തിട്ടുണ്ടോ? 210 റദ്ദ് ചെയ്യാതെ 212ലേക്ക് പോകാൻ എന്ത് വിവരം കിട്ടി? ഇതാണ് അവിടെ ഹൈക്കോടതിയില് ചോദിച്ച കാര്യമുള്ളൂ. അഡീഷണൽ സോളിസിറ്റർ ജനറൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറയുകയും കോടതി അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, കേസ് തോറ്റതിന് ശേഷം നമ്മൾ പുറത്ത് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ലല്ലോ അഡ്വക്കേറ്റ് അനിൽകുമാർ. അല്ലല്ല, ഈ ഒരു കോടതിയെ ലോകത്തുള്ളോ? ഇപ്പൊ ഈ പറഞ്ഞ സിംഗിൾ ബെഞ്ച് മാത്രമേ ലോകത്തുള്ളോ? അങ്ങനെയാണെങ്കിൽ ഡിവിഷൻ ബെഞ്ച് പറ്റുമെങ്കിൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകും, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകും. ഞാൻ വരാം താങ്കളിലേക്ക്. നോക്കാം. അത് തന്നെയാണ് പറയാനുള്ളത്. ദയവായി തുടരുക. CP ജോൺ, നോക്കൂ, ഇതിനകത്ത് പ്രധാനമായിട്ട് ഒരുപക്ഷെ ഒരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് സാധ്യതയുള്ളത് KSIDCയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതല്ല എങ്കിൽ പിന്നെ ഒരു ഡോക്യുമെൻ്റ് ഹാജരാക്കാനായിട്ടില്ല എന്ന കാരണത്താൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ് സാധ്യമാവുക എന്നാണ് ഇപ്പോൾ തൈക്കണ്ടിയിൽ വീണയ്ക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് KSIDCയുടെ ഇൻവോൾവ്മെൻറ്റ് പ്രധാനപ്പെട്ടതാണെന്ന് നാളെ വിധിന്യായത്തിൽ അത് അറിയാൻ കഴിയൂ എന്നുള്ളതാണ്. നമുക്ക് ഒരു 1.72 crore ഇത് നേരത്തെ സഹാറ ഒക്കെ അന്വേഷിച്ചാണ്. സഹാറയിൽ എങ്ങനെയാണ് 100 കണക്കിന് കോടി രൂപ, അതും ഒട്ടേറെ നിക്ഷേപകരെ ബാധിക്കുന്ന വിഷയം. അത്തരമൊരു കേസാണ് ഈ ഒരു 1.72 ഒരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് ഉള്ള ഒരു വിഷയത്തിൽ ഇപ്പോൾ SFIO അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ഇക്കാര്യത്തിലൊരു മേൽക്കോടതിയുടെ സാധ്യത സ്വാഭാവികമായും എക്സാലോജിക്ക് അന്വേഷിക്കുമായിരിക്കും. ആ നിലയിൽ ഒരു മേൽക്കോടതിയിലൊക്കെ പോകുന്ന ഒരു കേസിൽ ഇവിടെ ഒരു അന്തിമ തീർപ്പായി എന്ന് കരുതാമോ CP ജോൺ? ഞാൻ ഒന്നാമതായിട്ടൊരു കാര്യം ഈ ചർച്ച തുടങ്ങുന്നതിനും പറയുകയാണ്. എൻ്റെ ചിരകാല സുഹൃത്ത് അനിൽകുമാറിൻ്റെ ഒരു ചർച്ചാ രീതിയിലേക്കാണെങ്കിൽ അദ്ദേഹവുമായിട്ട് നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. എൻ്റെ സ്നേഹിതനാണ്. എന്നെ ഈ ചർച്ചയിൽ നിന്ന് ദയവായിട്ട് ഒഴിവാക്കാവുന്നതുമാണ്. എന്നെ നിങ്ങളുടെ ചാനലിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾ വിളിച്ചത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ആ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ ചർച്ചയ്ക്ക് ഇന്നുള്ളൂ. വേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ വേറെ ചെയ്യാം.
അപ്പോൾ അതുകൊണ്ട് ഈ ചർച്ച ആ വിഷയത്തിലാണെങ്കിൽ മാത്രം എൻ്റെ ലൈൻ തുടരുക, അല്ലെങ്കിൽ എൻ്റെ ലൈൻ കട്ട് ചെയ്യാവുന്നതാണ്. കണക്കൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ വിഷയത്തിൽ മാത്രമേ ഇന്ന് ചർച്ച ചെയ്യുന്നുള്ളൂ. അത് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്താണ് വീണ വിജയൻ്റെ പ്രശ്നം? വീണ വിജയൻ്റെ കമ്പനി അത് KSIDCക്ക് ഓഹരിയുള്ള എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിന് ഓഹരിയുള്ള ഒരു കമ്പനിയുമായി കരാറിലേർപ്പെട്ടു. ഒരു കമ്പനി മറ്റൊരു കമ്പനി എന്നൊക്കെ പറഞ്ഞ് ലാഘവപ്പെടുത്തണ്ട. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് വേണ്ടത്ര അല്ലെങ്കിൽ പറയത്തക്ക ഒരു സേവനവും ചെയ്യാതെ തന്നെ 1.25 കോടി രൂപ വാങ്ങി. ഇതാണ് കേസ്. ഈ കേസ് ലോകത്തെവിടെയും അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ചും കറപ്ഷൻ ഹൈ പ്ലേസസ്, പണ്ട് CPM ഡോക്യുമെൻറ്റുകളിൽ വളരെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഹെഡ് കോൺസ്റ്റബിൾ 50 റുപ്യ വാങ്ങി, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ 100 റുപ്യ വാങ്ങി, അല്ലെങ്കിൽ ഒരു പ്യൂൺ 25 രൂപ വാങ്ങി, അതൊക്കെ നല്ലതാണെന്നല്ല. കറപ്ഷൻ ഇൻ ഹൈ പ്ലേസസ്, അതാണ് എപ്പോഴും CPM ഡോക്യുമെൻറ്റുകളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡോക്യുമെൻറ്റുകളിലും എടുത്തു പറയുന്നൊരു കാര്യം. അതായത് അധികാരത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ള ആളുകൾ അധികാരത്തിലിരിക്കുന്ന അധികാരത്തിൻ്റെ ഭാഗമായ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് നയപരവും ഭരണപരവുമായ ഇടപാടുകളിലൂടെ പണം വലിയ തോതിൽ സമ്പാദിക്കുക. ഇതിനെയാണ് കറപ്ഷൻ ഇൻ ഹൈ പ്ലേസസ് എന്ന് പറയുന്നത്. ഈ വിഷയം ലക്ഷണമൊത്ത കറപ്ഷൻ ഇൻ ഹൈ പ്ലേസസ് ആണ്. ഒന്ന്, എന്താണ് അതിലെ കറപ്ഷൻ? ഇതിലെ കറപ്ഷന് ലോകത്തെവിടെയുമുള്ള ഏജൻസികൾ പറയുന്നൊരു കാര്യമാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ താൽപ്പര്യ സംഘർഷമെന്നേ വരുള്ളൂ. അതല്ല അതിൻ്റെ സാങ്കേതികമായ അർത്ഥം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് നിന്ന് മറ്റ് ആനുകൂല്യങ്ങൾ വാങ്ങുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ, സ്വാധീനങ്ങൾ? ഒന്ന്, വീണ വിജയൻ്റെ പിതാവ് മുഖ്യമന്ത്രിയാണ്. അവരുടെ ഭർത്താവ് പിന്നീട് മന്ത്രിയായത് ഈ കേസിൽ നടക്കുന്ന സമയത്തല്ല എന്ന് പറയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ 2 തരത്തിലുമാണ്. അപ്പോൾ അത്തരത്തിൽ എനിക്കോ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ നയപരവും ഭരണപരവുമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് വളരെ ലാഘവമായി പണം എടുക്കുക, അഡ്വൈസറാണെന്ന് പറയുക, കൺസൾട്ടൻ്റ് ആണെന്ന് പറയുക, ഇത്തരത്തിൽ പണം സൈഫോൺ ചെയ്ത് കൊണ്ടുപോകുന്ന പ്രക്രിയയ്ക്കാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ കൊണ്ട്, ഒന്ന് കറപ്ഷൻ ഹൈ പ്ലേസസ്, 2 കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ 2 അർത്ഥത്തിലും ലക്ഷണമൊത്ത ക്രമക്കേടും അഴിമതിയുമാണ് എക്സലോജിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിന് ആദ്യമേ തന്നെ അവർക്കൊരു കാര്യം ചെയ്യാമായിരുന്നു. ഞാനിത് പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു ചാനൽ ഈ വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് എന്നോട് ചോദിച്ചപ്പോൾ, അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം, ഇതൊരു സിവിൽ ഒഫൻസാണ് എന്നുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുത്താൽ അതിൻ്റെ ഫൈനേ പിന്നെ അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അതിന് പകരം എന്താ ചെയ്തത്? അതിന് പകരം സ്റ്റേറ്റിൻ്റെ ഏജൻസികളെ തന്നെ ഈ വിഷയത്തിലേക്ക് വലിച്ചഴിച്ചു. KSIDCക്ക് വേണ്ടി വക്കീലുമാർ ഹാജരായി. അവർക്കൊക്കെ വലിയ തുകകൾ കൊടുത്തു. തുക ഒരു വിഷയമല്ല, 1 രൂപയാണെങ്കിലും 1 ലക്ഷം രൂപയാണെങ്കിലും അത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ ആ തരത്തിൽ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള നിരവധി തടസ്സങ്ങൾ സൃഷ്ടിച്ചു. പക്ഷേ ഇന്നെന്താണ് ഉണ്ടായത്? എന്തിനാ അവർ കർണാടക ഹൈക്കോടതിയിൽ കേസ് കൊടുത്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് അവരുടെ അഡ്വൈസർമാരോട് ചോദിക്കേണ്ടതാണ്. ഇന്ന് കർണാടക ഹൈക്കോടതി കൊടുത്ത കേസ് തള്ളിപ്പോയി. ഈ കേസ് തള്ളിപ്പോയതോടുകൂടി വീണ മാത്രമല്ല, വീണയുടെ പിതാവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. നോക്കൂ CP ജോൺ, അത്രയും പറഞ്ഞതുകൊണ്ട് ഞാനൊരു ചോദ്യം താങ്കൾക്ക് നേരെ നീട്ടുന്നു. ഒന്ന്, ഇപ്പോൾ ശരിയാണ്. അല്ല, ഞാൻ പറഞ്ഞല്ല. അതുകൊണ്ട് ഒരു മിനിറ്റ് പിണറായി വിജയൻ രാജിവെക്കണം. പിണറായി വിജയൻ രാജിവെക്കണം. ഇതാണ് വാട്ടർ ഗേറ്റ് പോലുള്ള സംഭവങ്ങളിൽ, അതുപോലെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളിലെല്ലാം ലോകത്തെവിടെയും നടന്നിട്ടുള്ള കാര്യം.
അതുകൊണ്ട് ഇത് കമ്പനി ആക്ട് പ്രകാരം നടന്നിട്ടുള്ള, കമ്പനി ആക്ടുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കേരളത്തിലെ അപൂർവം അഴിമതി ആരോപണങ്ങളിലൊന്നാണ്. അതുകൊണ്ട് CPIM ചെയ്യേണ്ടത് ഈ മുഖ്യമന്ത്രിയെ മാറ്റി മറ്റൊരു മുഖ്യമന്ത്രിയെ അവിടെ വെച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവാണ് വേണ്ടത്. ഓക്കെ, പിണറായി വിജയൻ രാജിവെക്കണം, അതാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചതും CP ജോൺ. അതായത് നോക്കൂ, ഇത് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തൽക്കാലം മരവിപ്പിക്കണം. കാരണം 210 പ്രകാരമുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്മേൽ ഞങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റും ഫർണിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ആവശ്യപ്പെടുന്ന ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നാണ് തൈക്കണ്ടിയിൽ വീണ കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ 212 പ്രകാരമുള്ള UAPAക്ക് സമാനമായിട്ടുള്ള ഒരു അന്വേഷണം അനിവാര്യമല്ല എന്നുള്ളതാണ് അവരുടെ വാദം എന്ന് പറയുന്നത്. അതാണ് ഇന്നിപ്പോൾ ഒറ്റവരി വിധിന്യായത്തിലൂടെ ഹർജി തള്ളുന്നതായി കർണാടക ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ടോ, റൈഡർ ഉണ്ടോ എന്നുള്ളതൊക്കെ തന്നെയും നാളെ വിധിന്യായം അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ നേരത്തെ ഇതേ വിഷയം തന്നെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലെത്തിയിരുന്നു. ആ വിജിലൻസ് കോടതി ഈ കേസ് എടുക്കാൻ തയ്യാറായിരുന്നില്ല. അതിന്മേൽ കേരള ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ വന്നിരുന്നു. ആ റിവിഷൻ പെറ്റീഷൻ പരിഗണിച്ചിരുന്നത് ജസ്റ്റിസ് നഗരേഷാണ്. ജസ്റ്റിസ് നഗരേഷ് പറഞ്ഞത് ഇതിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമുള്ള പ്രഥമ ദൃഷ്ട്യാ കുറ്റം ചെയ്തതായി ഒരു തെളിവുമില്ല, അത് തെളിവ് നൽകിയാൽ മാത്രമേ ഈ കേസ് മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ കേരള ഹൈക്കോടതി ജസ്റ്റിസ് നഗരേഷ് കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ള ഒരു വിഷയത്തിലാണ് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ തൈക്കണ്ടിയിൽ വീണ പോകുമ്പോൾ ആ അന്വേഷണം തടസ്സപ്പെടുത്തേണ്ടതില്ല എന്ന് മാത്രം പറയുന്നു. അപ്പോൾ അഴിമതി നടന്നതായി ഒരു കോടതിക്ക് നേരത്തെ കണ്ടെത്താനായിട്ടില്ല. പക്ഷേ ഈ കോടതി അന്വേഷണം പൊയ്ക്കോട്ടെ എന്ന നിലപാട് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അവിടെയാണ് താങ്കൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി എക്സ്പോസ്ഡായി. മുഖ്യമന്ത്രി നടത്തിയ എല്ലാ തടസ്സവാദങ്ങളും ദുർബലമായി. മൂവാറ്റുപുഴ കോടതി കേസ് കൊടുത്തു, പിന്നെ ആൾ മരിച്ചു, അതൊക്കെ വേറെ വിഷയമാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോണില്ല. വിജിലൻസ് ആക്ട് പ്രകാരം ഇതിന് ബാധകമാണോ അല്ലയോ എന്നുള്ള പ്രശ്നം ഇപ്പോൾ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നില്ല. പക്ഷേ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അതിൻ്റെ അടിസ്ഥാനത്തിലും ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷനും നടത്തുന്ന അന്വേഷണങ്ങൾക്ക് പ്രസക്തിയുണ്ടെന്നും അത് തുടർന്നു കൊള്ളാൻ അനുവദിക്കണമെന്നും ആരാ പറഞ്ഞത്? ഇവർ പോയ കേസിനെതിരായിട്ടുള്ള വിധിയായിട്ടാണ് വന്നിട്ടുള്ളത്. അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോ അല്ല. അപ്പോൾ ഇവർക്ക് ഈ അന്വേഷണം നടക്കുന്നതിൽ അസൗകര്യമുണ്ട് എന്ന് അവർ തന്നെ കോടതി പറഞ്ഞു. നമ്മളാരും പറഞ്ഞതല്ല, വേറെ ആരും പോയ കേസല്ല. അതുകൊണ്ട് ഇന്ന് പിണറായി വിജയൻ ഇന്ന് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എക്സ്പോസ്ഡാണ്. തൻ്റെ മകൾ 1,75,00,000 രൂപ വാങ്ങിയിട്ടുണ്ട്. അത് അവർ നേരത്തെ തന്നെ തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കേസിൻ്റെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. കാരണം അത് വേറൊരു സിവിൽ ഒഫൻസാണ് എന്ന രീതിയിൽ അതിനെ കൈയൊഴിയാമായിരുന്നു. ഇന്ന് സ്റ്റേറ്റിൻ്റെ വിവിധ വിഭാഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് KSI DCA ഉപയോഗിച്ചുകൊണ്ട് ഈ കേസിനെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ആ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതെല്ലാം എന്തിനു വേണ്ടിയാണ്? മകളുടെ പേരിൽ അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി. ആ അന്വേഷണം ഇപ്പോൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു വഴിത്തിരിവാണ്. ഈ വഴിത്തിരിവിൻ്റെ ഘട്ടത്തിൽ ഇന്ന് MV ഗോവിന്ദൻ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ശ്രദ്ധാപൂർവം കേട്ടു. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ളൂ, സബ്ജക്റ്റ് ടു കറക്ഷൻ. എനിക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾ കേൾക്കുന്ന എല്ലാം എഴുതി വരുന്നതെല്ലാം ശരിയാവണമെന്നില്ല. അത് അവരുടെ കാര്യം അവർ നോക്കിക്കോട്ടെ എന്ന് പറയുമ്പോൾ CPMനോട് സാമാന്യ നിലയ്ക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പേരിൽ കളങ്കമുണ്ടായിരിക്കുന്നു. ആ കളങ്കിതനായ മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് നിന്ന് മാറിയാലും ഭൂരിപക്ഷം CPMനുണ്ടല്ലോ. അതാണ് EMS പണ്ട് 60കളിൽ 67 68 പറഞ്ഞത്. പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട്. പ്രിമാ ഫീസി എന്നുള്ളതിന് മലയാളം EMS ആണ് കണ്ടുപിടിച്ചത്. പ്രഥമ ദൃഷ്ട്യാ ഇതിൽ കുഴപ്പമുണ്ട്. അതുകൊണ്ട് പ്രഥമ ദൃഷ്ട്യാ കേസുള്ള ഈ വിഷയത്തിൽ നിന്നും പിണറായി വിജയൻ മാറി ഈ പ്രഥമ ദൃഷ്ട്യാ ഒരാൾക്കെതിരെ കേസ് വന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ രാജിവെക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ
പ്രതിപക്ഷത്തിന് എവിടെയെങ്കിലും ഏതെങ്കിലും അധികാര സ്ഥാനത്ത് തുടരാൻ കഴിയുമോ CP ജോൺ? ഇന്നാണ് ഇതേ ആദായ നികുതി വകുപ്പിന്റെ ട്രിബ്യൂണലാണല്ലോ ഇത് സുപ്രീം കോടതി, ഇത് ഹൈക്കോടതിയുടെ ഇൻകം വിധിയാണ്. ടാക്സ് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അല്ലല്ല, ആയിക്കോട്ടെ, അതിലേക്കൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ സ്ഥിതിയിലെ രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിതിയുടെ ഒരു ഭാഗമാണല്ലോ ഇന്നത്തെ ഈ പറയുന്ന എക്സാലോജിക്കും. ഇന്നിപ്പോ ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന്റെ അക്കൗണ്ട് മുഴുവനായി മരവിപ്പിച്ചു കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ. ഞാൻ പറയാം എക്സാലോജിക് വിഷയം ഒരു വ്യക്തി നടത്തുന്ന കമ്പനിക്കെതിരായിട്ടാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാപനങ്ങൾക്കെതിരെ നടത്തുന്ന അന്വേഷണം പോലെയല്ല. അതേപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിധി വളരെ വലിയ പ്രഹരമാണ് BJPക്ക് കിട്ടിയിട്ടുള്ളത്. അനിൽകുമാറിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പോൾ ഇൻകം ടാക്സ് ഗവൺമെൻറ് കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്നു, ED അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ വിഷയം അതല്ല, ഇവിടെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. നിങ്ങളുടെ മകളാണ്, നിങ്ങളുടെ കുടുംബാംഗമാണ്, അവരൊരു കമ്പനി നടത്തുകയാണ്. ആ കമ്പനി ഗവൺമെൻറ്റിന് കൂടി ഷെയറുള്ള കമ്പനിയിൽ നിന്ന് വലിയ തുക വാങ്ങിയിരിക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നു, ആ തുക അടച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ, തിരിച്ചടച്ചിരുന്നെങ്കിൽ ആ പ്രശ്നം വേറൊന്നാകുമായിരുന്നു. ശരി, പ്രാഥമികമായി നോക്കൂ, ഇന്നിപ്പോ കർണാടക ഹൈക്കോടതി വന്നിരിക്കുന്നു. സ്വാഭാവികമായും തൈക്കണ്ടിയിൽ വീണ അക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഈ അന്വേഷണം തടസ്സപ്പെടുത്തണമെന്നാണ്. അന്വേഷണം തടസ്സപ്പെടുത്താൻ എന്തായാലും കർണാടക ഹൈക്കോടതി തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ അത് തിരിച്ചടിയാണ്. പക്ഷേ എന്താണ് കോടതി വിധിയിലുള്ളത് എന്നത് സംബന്ധിച്ച് നമുക്ക് നാളെ അറിയാൻ കഴിയും. നാളെയാണ് വിധിന്യായം പുറത്തു വരിക എന്നുള്ളതാണ്. പക്ഷേ അത് മേൽക്കോടതിയിലേക്ക് പോകാനുള്ള സാധ്യത ഉയർത്തുന്നുണ്ട്. അത് അപ്പീലിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് വീണയെ സംബന്ധിച്ചിടത്തോളം പോലും വിധിന്യായം വായിച്ചു നോക്കിയാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. ഇതൊരു അന്തിമമായ വിധിയല്ല എന്നുള്ളത് ശ്രീ JR പത്മകുമാർ, താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതായത് ഇതൊരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സഹാറ കേസിലൊക്കെ നടന്ന SFIO അന്വേഷണം ഒരു CMRL എക്സാലോജിക് വിഷയത്തിലേക്ക് വരുമ്പോൾ ആ ഏജൻസി അതിനുവേണ്ടിയുള്ളതാണോ എന്നുള്ളൊരു ചോദ്യത്തിൽ കൃത്യമായ ഉത്തരം, അന്തിമമായ ഉത്തരം ലഭിക്കുക നമുക്ക് സുപ്രീം കോടതിയിൽ നിന്നാണല്ലോ. ആ നിലയിലേക്ക് അത് പോകും എന്ന് കരുതുന്നതിൽ തെറ്റുണ്ടോ ശ്രീ JR പത്മകുമാർ? ഈ ഹൈക്കോടതിയിൽ വരുന്ന ഒരു വിധി അന്തിമ വിധിയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ഈ അന്വേഷണം തുടരാൻ പാടില്ല. നേരത്തെ ഒരു ഏജൻസി അന്വേഷിച്ചതാണ്. ഇപ്പൊ പുതുതായി വന്നിട്ടുള്ള അന്വേഷണ ഏജൻസി അത് ശരിയല്ല, അത് നിയമവിരുദ്ധമാണ് എന്നതാണല്ലോ ഹൈക്കോടതി ഇപ്പോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളെ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു വിധി ശരിയല്ല, അന്വേഷണം എനിക്ക് തോന്നുന്നു ദില്ലിയിലാണ് ഉള്ളതെന്ന് തോന്നുന്നു. ചെറിയ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അഡ്വക്കേറ്റ് അനിൽകുമാർ, രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാട് എന്നാണല്ലോ നേരത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞത്. നമുക്ക് ഇന്നിപ്പോൾ കോടതി വിധി വരുമ്പോൾ CPMനോടുള്ള സ്വാഭാവികമായ ചോദ്യം, അങ്ങനെ വളരെ സുതാര്യമായിട്ടുള്ള ഒരു ഇടപാട് എങ്ങനെയാണ് നിർത്തിവെക്കണം സംബന്ധിച്ച ഒരു കേസ് നിർത്തിവെക്കണമെന്ന ആവശ്യം വന്നപ്പോൾ കർണാടക ഹൈക്കോടതി അത് തള്ളിക്കളഞ്ഞത് എന്നുള്ളതല്ലേ? അപ്പോൾ അതിന്മേൽ എന്താണ് CPMന് പറയാനുള്ളത്? ഇന്ന് നേരത്തെ CP ജോൺ ഉദ്ധരിച്ചതുപോലെ MV ഗോവിന്ദ മാസ്റ്ററോട് ഈ കാര്യം പറയുന്നു, പിണറായി വിജയൻ ഫാക്ടറായാൽ മാത്രമേ അക്കാര്യത്തിൽ പ്രതികരിക്കൂ എന്നുള്ളത്. നിങ്ങൾ ഈ വിഷയത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഇടപെട്ട പാർട്ടിയാണ്. ഏറ്റവും ആദരണീയനായ ബഹുമാനപ്പെട്ട CP ജോണ് ഇന്ന് പറഞ്ഞൊരു വാദം ശരിവെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ അഴിമതിക്കാരെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താ അദ്ദേഹത്തിൻ്റെ വാദം? ഒരു ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ നയത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അഴിമതിയാണ്, ഭരണ നടപടിയെ ബാധിക്കുന്നുണ്ടെങ്കിൽ അഴിമതിയാണ്. ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത ആളുകളുടെ കൂടെയാണ് അദ്ദേഹം UDFൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത്. അതിൽ മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ നേതാവായ മന്ത്രി ഉണ്ടല്ലോ, പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി, പിന്നെ ശ്രീ രമേശ് ചെന്നിത്തല. എന്തായിരുന്നു അദ്ദേഹം പറയുന്ന നയം? കേരളത്തിൽ കരിമണൽ ഖനനം സ്വകാര്യ മേഖല പാടില്ല എന്നായിരുന്നു. ആ നയത്തിൽ UDF മാറ്റം വരുത്തി. ഞാൻ പറയട്ടെ സഹ, ഞാൻ ഡിഫൻസ് അല്ല, അങ്ങ് പറഞ്ഞതാണ്. ഞാൻ പറയുന്നത്. ഞാനൊന്ന് പറയട്ടെ. അങ്ങ് ഇവിടെ പറഞ്ഞു, ഒരു ഭരണ നടപടികളുടെ ഭാഗമായി നയപരമായി വ്യത്യാസം വരുത്തിയാൽ
അഴിമതിയാണ്. ഞാൻ CP ജോണിൻ്റെ വാദത്തോട് യോജിച്ചു. അങ്ങ് പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യാണ്. അതനുസരിച്ച് 2003 ആന്റണി സർക്കാർ ആദ്യമായിട്ട് സ്വകാര്യ മേഖലയെ ഖനനത്തിന് അനുമതി കൊടുത്തോടുകൂടി അങ്ങ് പറഞ്ഞ കുറ്റം ചെയ്തിരിക്കുന്നു. ആ ചെയ്തത് UDFന്റെ നേതാവായ ആന്റണി സർക്കാരിന്റെ കാലത്താണ്. അത് അങ്ങ് പറഞ്ഞാൽ ശരിവെച്ചു. അവിടെ കൊണ്ട് കേസ് വരട്ടെ, അതിന്റെ ഭാഗമായി കേസ് വരട്ടാനില്ലേ? കേസില്ലല്ലോ. ഞാൻ പറയട്ടെ. പറയട്ടെ സാർ. ആ ഭരണ നടപടിയുടെ ഭാഗമായിട്ടാണ് എന്നോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറയാണ് UDF നിരവധി കാര്യങ്ങൾ ചെയ്തത്. നമ്മളിവിടെ ഞാനൊന്ന് പറയട്ടെ. അങ്ങ് പറഞ്ഞ ഞാൻ സമ്മതിച്ചല്ലോ. അങ്ങ് പറഞ്ഞാണ് എന്റെ വാദം. അങ്ങ് പറഞ്ഞ 2 വാക്കാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നയം, ഭരണം. അല്ല, സമ്മതിച്ചതുകൊണ്ട് എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്. എന്റെ ഫ്ലോ കളയണ്ട. ഞാനൊന്ന് പറഞ്ഞു. നിങ്ങൾ വഴങ്ങുമെങ്കിൽ പോരെ, ഇനി ഇടപെടണ്ട. അങ്ങ് പറഞ്ഞ അംഗീകരിച്ചു. അങ്ങ് പറഞ്ഞാൽ അംഗീകരിച്ചു. അത് പറഞ്ഞോട്ടെ, ഇതൊന്ന് പറയട്ടെ. അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അങ്ങ് പറഞ്ഞ മാനദണ്ഡം നോക്കിയാൽ നയത്തിൽ ഇടപെട്ടത് UDF ആണോ LDF ആണോ? നയത്തിൽ ഇടപെട്ടത് പിണറായി വിജയനല്ല, ആന്റണി ഉമ്മൻചാണ്ടിയാണ്. അപ്പൊ ആന്റണി ഉമ്മൻചാണ്ടിയും UDFന്റെ നേതാക്കന്മാരും അടക്കമുള്ള ആളുകൾ ഈ കമ്പനിക്ക് വേണ്ടി നയപരമായി മാറ്റം വരുത്തിയെന്ന് അങ്ങ് സമ്മതിച്ചതോടുകൂടി എക്സാലോജിക്കല്ല കുറ്റവാളികൾ, UDF ആണ് കുറ്റവാളികൾ എന്ന് UDFന്റെ സെക്രട്ടറി സമ്മതിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതാണ് സത്യം. ഇനി 2 ഭരണ നടപടിയുടെ കാര്യത്തിലോ അങ്ങ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. LDF സർക്കാർ ഈ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി ഒരു ഉത്തരവിറക്കിയോ? ബഹുമാനപ്പെട്ട നികേഷ് കുമാർ പറഞ്ഞ വിജിലൻസ് കോടതിയുടെ ചോദ്യം അതായിരുന്നു, ഹൈക്കോടതിയുടെ ചോദ്യം അതായിരുന്നു, നാഗരേഷ് ജഡ്ജി ചോദിച്ച ചോദ്യം അതായിരുന്നു. പിണറായി വിജയൻ സർക്കാർ ഈ കമ്പനിക്ക് അനുകൂലമായി ഒരു ഉത്തരവിറക്കിയെങ്കിൽ ബഹുമാനപ്പെട്ട CP ജോൺ പറയുന്നിടത്ത് ഞങ്ങൾ തലകുനിച്ച് നിൽക്കും, കേരള സമൂഹത്തിന് മുന്നിൽ തലകുനിച്ച് നിൽക്കും. ഞങ്ങൾ തലയുയർത്താൻ കാരണം എന്താണ്? ആന്റണി സർക്കാരും ഉമ്മൻചാണ്ടി സർക്കാരും ചെയ്ത പോലെ ഈ കമ്പനിക്ക് വേണ്ടിയുള്ള ദാസ്യവേല ഞങ്ങൾ ചെയ്തില്ല. അതാണ് പോയിന്റ്. അടുത്ത പോയിന്റ് അങ്ങ് പറഞ്ഞ അതിനേക്കാൾ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ശരിയാണ്. KSIDCക്ക് പണം കൊടുത്തത് K കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അത് UDFന്റെ കാലത്താണ്, ഞങ്ങളുടെ കാലത്ത് കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ടോ ആ KSIDC പോയി പണം വാങ്ങിച്ചുകൊണ്ട് പോയതാരാ? അങ്ങയുടെ കൂടെ UDFന്റെ യോഗത്തിൽ പങ്കെടുക്കുന്ന ചെന്നിത്തല പണം കൊണ്ടുപോയത് സംഭവിച്ചു. ചെന്നിത്തല മന്ത്രിയായിരുന്നു, അങ്ങയുടെ UDFന്റെ മന്ത്രിസഭ മന്ത്രിയായിരുന്നു. അപ്പൊ KSIDCക്ക് ഓഹരിയുള്ള ഒരു കമ്പനി പോയി ചെന്നിത്തല എന്ന് പറയുന്ന മന്ത്രി പണം വാങ്ങിച്ചത് സമ്മതിച്ചാൽ അഴിമതിയല്ലേ? അങ്ങയുടെ വാദമാണ് കേട്ടോ. മാത്രമല്ല 2019 2013 മുതൽ ഉമ്മൻചാണ്ടി കോടിക്കണക്കിന് രൂപ കള്ളപ്പണമായി ഇവിടുന്ന് കടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാരാ പറഞ്ഞത്? നിങ്ങളെല്ലാം ആശ്രയിക്കുന്ന, അങ്ങ് പറഞ്ഞല്ലോ എക്സാലോജിനെ കുറിച്ച് മാത്രമേ ചർച്ചയ്ക്ക് വരുവുള്ളെന്ന്. ആ എക്സാലോജിക് എന്ന് പറയുന്ന സാധനം എഴുതി വെച്ചതിന്റെ അങ്ങേയറ്റത്ത് കിടക്കുന്നത്, പാരാവാരം പോലെ പരന്ന് കിടക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കള്ളപ്പണത്തെക്കുറിച്ചും ചെന്നിത്തലയുടെ കള്ളപ്പണത്തെക്കുറിച്ചും UDF നേതാക്കന്മാർ വാങ്ങിയ പണത്തെക്കുറിച്ചും പത്രങ്ങളും അതുപോലെ തന്നെ ആരാധനാലയങ്ങളും വാങ്ങിയ പണത്തെക്കുറിച്ചുമാണ്. അപ്പൊ ചോദ്യം എന്താണ്? അങ്ങ് പറഞ്ഞ 3 മാനദണ്ഡങ്ങൾ: 1 ഭരണ നടപടി, 2 നയത്തിലെ ഇടപെടൽ, 3ാമത്തെ നടപടിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പണം കൊണ്ടുപോയി. ഞങ്ങൾ ആ പണം വാങ്ങിയവരാണെന്ന് UDF സമ്മതിച്ചിരിക്കുന്നു, ചെന്നിത്തല സമ്മതിച്ചിരിക്കുന്നു, UDFന്റെ മറ്റൊരു ഘടകകക്ഷിയായ ലീഗ് നേതാക്കന്മാർ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന കുറ്റത്തിൽ പെട്ടുപോകുന്ന നിങ്ങളാണോ ഞങ്ങളാണോ? ഞങ്ങളുടെ വാദം എന്താണ്? ഞങ്ങളുടെ വാദം പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞു ഞങ്ങളാരും അങ്ങനെ പൈസ വാങ്ങിക്കാൻ പോയിട്ടില്ല, ഒരു തെളിവും ഞങ്ങൾക്കെതിരെ ഉണ്ടാക്കാനാവില്ല. PV എന്ന് പറഞ്ഞാൽ ഞാനല്ല, അങ്ങനത്തെ കെട്ടുകഥ ഞങ്ങളുടെ പേര് നിൽക്കൂല, ഞങ്ങൾക്ക് ആ ശീലമില്ല. ഒന്നും പിണറായി പറഞ്ഞു. നിങ്ങളെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ എന്നത് ഇതേ പിണറായി വിജയൻ തന്നെയാണെന്ന് സ്ഥാപിക്കുന്നുണ്ട്. ഇല്ലില്ല, ഒട്ടുമില്ല. പറഞ്ഞോട്ടെ, ലിങ്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം പറയാം. തെളിവ് ഞാൻ പറയാം. ലിങ്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. ഒരു കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നല്ല ഈ പൈസ പോയത്. പൈസ പോയത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരാൾ വെള്ളക്കടലാസ PV പിണറായി വിജയൻ എഴുതി വെച്ചിരിക്കുക. അത് ഇവിടെ പറയേണ്ട കാര്യമില്ല, ഞങ്ങൾക്കത് ബാധകമല്ല. അല്ലല്ല, അങ്ങനെ മാത്രമല്ല. ഞാൻ ആ വിഷയത്തിലേക്ക് ചുരുങ്ങുന്നില്ല. വിഷയത്തിലേക്ക് ദയവായി തുടരുക. അനിൽകുമാർ, ഞാൻ JR പത്മകുമാറിന്റെ CP ജോണിലേക്ക് വരാം. സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. അനിൽകുമാർ, CP ജോൺ പറയാനുള്ള, എനിക്കറിയാം അങ്ങേക്ക് മറുപടി പറയാനുണ്ടെന്ന്. ഞാൻ അങ്ങനെയൊക്കെ പറയാം. JR പത്മകുമാറിനെ ഇതിൽ പങ്കെടുപ്പിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് എനിക്കൊരു ബാധ്യതയുണ്ട്. ഒരു വാക്കൂടെ പറയാൻ അനുവദിക്കണം. പൂർത്തിയാക്കും വേഗം.
ഒരു വാക്ക് പറയാൻ അനുവദിക്കുക. ഒറ്റ വാക്ക് മതി. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. വീണ വിജയനെ സംബന്ധിച്ച് അവർ കരാറുണ്ടാക്കിയിരിക്കുന്ന ആരുമായിട്ടാണ്? അത് CMRLന്റെ മാനേജിംഗ് ഡയറക്ടറുമായിട്ടാണ്. വീണ വിജയൻ മറ്റേ CMRL മാനേജിംഗ് ഡയറക്ടർമാർ 2 ആളുകളോട് ഒപ്പിട്ടൊരു കരാറുണ്ട്. അത് പ്രകാരമാണ് 1,72,00,000 കൈമാറിയത്. അതിൽ ഒപ്പിട്ടയാൾ അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നു, ഞങ്ങൾക്ക് സേവനം കിട്ടിയെന്ന്. നിങ്ങൾ ബൈപാർട്ടി കോൺട്രാക്ട് ഉണ്ടാക്കിയെങ്കിൽ കോൺട്രാക്ട് ഉണ്ടാക്കിയ ആരുമായിട്ടാണോ കോൺട്രാക്ട് ഉണ്ടാക്കി പണം തന്നത്, ആ പണം തന്നയാൾ അതൊക്കെ കോടതിയിൽ ബോധ്യപ്പെടുത്തേണ്ട വിഷയമായി വരികയാണ്. ഇപ്പോൾ നമ്മള് ഈ പരസ്യ ചർച്ചയിൽ ഒരു സ്കോപ്പുമില്ല, കാരണം കോടതി അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞതുകൊണ്ട്. എന്റെ നേരത്തെയുള്ള ചോദ്യം ശ്രീ ജെ.ആർ. പത്മകുമാർ, നമുക്ക് ഇക്കാര്യത്തില് സഹാറെ പോലെ വലിയ കുംഭകോണങ്ങൾ അന്വേഷിച്ച ഒരു ഏജൻസി ഇവിടെ വന്ന് ഈ 1.72 അന്വേഷിക്കുമ്പോൾ വീണയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ ആൾ പറയുന്നത് ഇതൊന്നും അന്വേഷിക്കേണ്ട ഏജൻസി അല്ല എന്നുള്ളതാണ്. ഒരു ഡ്രക്കോണിയൻ UAPA പോലെ വളരെ ബീഭത്സമായ ഒരു ഏജൻസിയാണത്രേ SFIO. ഒരു 1.72 ഇടപാടിൽ 2 കമ്പനികൾ തമ്മിലുള്ള നോൺ ഡിസ്ക്ലോഷർ കരാറുള്ള ഒരു ഇടപാടിൽ ഇത്തരത്തിലുള്ള ഒരു ഏജൻസി അന്വേഷിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഇത് ഇവിടെ അവസാനിക്കുന്ന ഒരു കേസല്ല. ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ കൂടിയ എൻഡോഴ്സ്മെൻറ്റ് ആവശ്യമായി വരും. ചിലപ്പോൾ വീണ ഈ സുപ്രീം കോടതിയിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ടാകും. ശ്രീ ജെ.ആർ. പത്മകുമാർ. ഇവിടുത്തെ പ്രശ്നം സുപ്രീം കോടതിയിൽ കേസ് പോകുമോ, അപ്പീൽ ഫയൽ ചെയ്യുമോ, അനുകൂലമായി വിധി കിട്ടുമോ, കുറ്റകൃത്യമാക്കുമോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. ഇവിടെ നമ്മളിപ്പോ ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നം ഈ നേരത്തെ CP പറഞ്ഞതുപോലെ ഒരു വ്യക്തി ഒരു ഹൈക്കോടതിയിൽ ചെന്നിട്ട് എനിക്കെതിരെയുള്ള അന്വേഷണം പാടില്ല, അത് ഇന്ന ഗ്രൗണ്ടാണ്, കാരണം വേറൊരു ഏജൻസി അന്വേഷിച്ചു, അത് ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഏജൻസിയെ അന്വേഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ രത്നച്ചുരുക്കം. ആ പോയിന്റിൽ ഹൈക്കോടതിയുടെ വിധി എന്താ? ഹൈക്കോടതി പറഞ്ഞത് അന്വേഷിക്കാം, അന്വേഷണം തുടരാം, ഇനി ബാക്കി വെറുതെ എവിടെ ശിക്ഷിക്കുക എന്നുള്ള കാര്യം വേറെയാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം ഈ ഇവരെടുത്ത ഒരു നിലപാട് ശരിയല്ല. പിന്നെ താങ്കൾ ചോദിച്ചൊരു കാര്യം, ഇവര് അവിടെ പ്രതിഭാഗം വക്കീൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വാദിഭാഗം വക്കീൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നോ. അത് എല്ലാ ആളുകളും അങ്ങനെയാണ്. കോടതിയിൽ പ്രതിസ്ഥാനത്ത് ഇരിക്കുന്നവര് അപേക്ഷയായിട്ട് പോകുമ്പോൾ ഞാൻ നിരപരാധിയാണ്, പരിശുദ്ധയാണ്, വേറെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു തന്നെയാണ് എല്ലാവരും കോടതി പോകുന്നത്. അതിനുശേഷം എവിഡൻസുകൾ അപേക്ഷിച്ചതിന് ശേഷമാണ് കോടതി ഒരു തീരുമാനത്തിലെത്തണം. ഇതിൽ പ്രധാന ഒരു കോടതി ഒരു വ്യൂ എടുത്തിട്ടുണ്ട്, അന്വേഷണം തുടരാം. അതിനെന്താ ഭയപ്പെടുന്നത്? അപ്പൊ അതുകൊണ്ട് നേരത്തെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, കേരള ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് കുറ്റകൃത്യമാവില്ല. കാരണം കേരള ഹൈക്കോടതിയിൽ ശരി, വ്യക്തമാണ്. അന്വേഷണത്തെ തടസ്സപ്പെടുത്തേണ്ട കാര്യം എന്താണ്, എന്തിനാണ് അക്കാര്യത്തിൽ ഭയക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള താങ്കളുടെ ചോദ്യം. ശ്രീ CP ജോൺ, നേരത്തെ അഡ്വക്കേറ്റ് അനിൽകുമാറിന് താങ്കൾ മറുപടി പറയാൻ ആഗ്രഹിച്ചിരുന്നു. യെസ്, അതെ, അനിൽകുമാർ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ കരിമണൽ ഖനനം പൊതുമേഖല, സ്വകാര്യ മേഖല, കരിമണൽ എടുക്കുന്ന ഒരു സ്വകാര്യ കമ്പനി, ഈ കമ്പനിയുടെ വിഷയത്തിലേക്ക് ഈ ചർച്ച വളരെ ശ്രദ്ധാപൂർവം മാറ്റിക്കൊണ്ടുപോവുകയാണ്. അതിനെ സംബന്ധിച്ച് AK ആൻ്റണിയോ, മരിച്ചുപോയ ഉമ്മൻചാണ്ടിയോ, ജീവിച്ചിരിക്കുന്ന ചെന്നിത്തലയോ, അതല്ലെങ്കിൽ പിന്നെ ആരൊക്കെയോ പേര് പറഞ്ഞല്ലോ, കുഞ്ഞാലിക്കുട്ടിയോ, ഇനി ആരൊക്കെ ആവട്ടെ, അവരൊക്കെ നടത്തിയിട്ടുള്ള തെറ്റുകളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള പരമ ആയുധങ്ങളും നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. അത് പണ്ട് ചെയ്യാൻ മറന്നുപോയതാണ്, ഇപ്പോൾ ചെയ്യാമല്ലോ. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. അത് UDFകാരല്ല വളരെ മോശം, ശരി, നമ്മൾ വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. അത് UDFൻ്റെ പേരിൽ കേസ് വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഡിഫെൻഡ് ചെയ്യട്ടെ. വിഷയം അതല്ല അനിൽകുമാറെ. വിഷയം ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ, ആ പോളിറ്റ് ബ്യൂറോ മെമ്പർ മുഖ്യമന്ത്രിയായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ ഒരു കമ്പനിയിൽ നിന്ന്, ആ കമ്പനി XYZ എന്ന് പേരിടാം, അപ്പോൾ കമ്പനിയുടെ പേരിന് പ്രസക്തിയില്ല, ആ കമ്പനിയിൽ നിന്നും വാങ്ങിച്ച ചെറുതല്ലാത്തൊരു തുക, 1 ലക്ഷം, 1.5 ലക്ഷം, 9,000 അല്ല, 1.25 കോടി രൂപ തെറ്റായ രീതിയിൽ വാങ്ങിയതാണെന്ന് വളരെ പ്രധാനപ്പെട്ട രാജ്യത്തെ സെറ്റിൽമെൻറ്റ് കോർട്ട് വിധി പറഞ്ഞു. അതിനെ തുടർന്ന് ചർച്ചകൾ തുടങ്ങി. ഈ ഒരു സന്ദർഭത്തിലും എന്തുകൊണ്ട് തിരിച്ചടച്ചില്ല? അനിൽകുമാർ ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്? ഞാൻ പേഴ്സണലായിട്ട് പറയില്ല, നമ്മളെല്ലാം പരസ്പരം അറിയുന്നവരാണ്. പത്മകുമാറും എൻ്റെ ആത്മമിത്രമാണ്. ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വാദിക്കുന്നത്? അനിൽകുമാറിൻ്റെ പിതാവിനെ എനിക്കറിയാം,
അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ നിന്ന് അനിൽകുമാർ എന്തെങ്കിലും വാങ്ങിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അനിൽകുമാർ ഒരു അഴിമതി നടത്തുന്ന ആളല്ല, എനിക്കറിയാം. അപ്പം ഇത്തരത്തിൽ വൻ തുക ഭരണത്തിലിരിക്കുന്ന സാഹചര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ മകൾ വാങ്ങി, ഞാൻ പേര് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതല്ലെങ്കിൽ ആ പണം തിരിച്ചടയ്ക്കണം. അപ്പോൾ ആ പണം തിരിച്ചടയ്ക്കാനോ അതിന് ഉത്തരവാദികളായവരെ മാറ്റാനോ തയ്യാറല്ലാത്ത ഒരു സ്ഥിതിയിൽ എങ്ങനെയാണ് CPM വന്നുപെട്ടത് എന്ന് വളരെ വളരെ പണ്ട്, ഇപ്പോൾ 38 വർഷം മുമ്പ് നടന്ന കാര്യത്തെക്കുറിച്ചൊന്നും യാതൊരു അർത്ഥവുമില്ല പറയുന്നതെങ്കിൽ പോലും CPM എടുത്ത ചില നടപടികൾ ഞാൻ അനിൽകുമാറിനെ പോലെ ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്ന ഒരാൾക്ക് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന KK മാമ്മക്കുട്ടി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ചെറിയൊരു തുക ഒരു അപ്പോയിൻമെൻറ്റിന് 2000-3000 തുക വാങ്ങി. അത് പാർട്ടി ജില്ലാ കമ്മിറ്റി ചർച്ചയ്ക്ക് വന്നു. അത് ചർച്ചയിൽ പങ്കെടുത്ത ആൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. മാമക്കുട്ടിയേട്ടനില്ല. മാമക്കുട്ടിയേട്ടനോട് ഭാര്യയെ ഉപേക്ഷിക്കാൻ പറഞ്ഞ പാർട്ടിയാണ് CPM. ഞാൻ ആ പാർട്ടിയിലുണ്ട്. അദ്ദേഹം പാർട്ടി ഓഫീസിൽ താമസിക്കുമ്പോൾ അടുത്ത മുറിയിൽ താമസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ASN നമ്പീശൻ മാസ്റ്റർ MLA ആയിരുന്നു, തല്ലുകൊണ്ട് വാരിയല്ലോട് ഞാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു എന്തോ വിദേശത്ത് പോകാനുള്ള ഒരു വിസയ്ക്ക് ചെറിയൊരു പൈസ വാങ്ങിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നടപടിയെടുത്തില്ലേ? ഇന്നും നമ്മളോടൊപ്പം CP നാരായണൻ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ, നിസ്സാരമായൊരു കാര്യം ചെയ്ത് അദ്ദേഹത്തെ തരം താഴ്ത്തി ബ്രാഞ്ചിലേക്ക് കൊണ്ടുപോയില്ലേ? ചാത്തുണ്ണി മാസ്റ്റർ എന്ത് തെറ്റാണ് ചെയ്തത്? അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലേ? P. ഗോവിന്ദപിള്ള 3000 രൂപ ഒരാൾ അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തെ ഒരു അബ്സെൻറ്റ് മൈൻഡഡ് പ്രൊഫസർ എന്ന് പറഞ്ഞ പോലെ ഇതൊന്നും ചിന്തിക്കുന്ന ആളല്ല, അത് റെക്കോർഡ് ചെയ്തില്ല. അതിൻ്റെ പേരിൽ നിന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് പോയില്ലേ? ഇതെല്ലാം കണ്ടു വളർന്നവരല്ലേ ഞാനും അനിൽകുമാറും. അന്ന് ആരെങ്കിലും ഡിഫെൻഡ് ചെയ്യാനുണ്ടായോ? അത് ക്രൂരമായ നടപടിയാണെന്ന് പോലും തോന്നിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അത് കണ്ണൂരിലെ ഫ്രാക്ഷനിൽ റിപ്പോർട്ട് ചെയ്ത് പിണറായി വിജയനായിരുന്നു. PGയുടെ ഒരു നടപടി പ്രസക്തമായ കാര്യമല്ല. അപ്പം ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ട് അതിനെ നിങ്ങൾ ഒന്നടങ്കം ഡിഫെൻഡ് ചെയ്യാണ്. ഞാൻ ആവർത്തിക്കുന്നു, ഈ പ്രശ്നം ഉണ്ടായപ്പോൾ പണം തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇതുപോലെ ഗൗരവത്തിൽ വരില്ല. അപ്പോൾ നിങ്ങൾ ഭരണത്തിനെ മുഴുവൻ ഉപയോഗപ്പെടുത്തുക, എന്നിട്ട് UDF ചെയ്തില്ലേ, BJP ചെയ്തില്ലേ, അവരൊക്കെ ചെയ്തു എന്നങ്ങ് വിചാരിക്കുക. എന്നാൽ നമുക്ക് ചെയ്യാമോ? അതുകൊണ്ട് ഇത് ഗൗരവമായിട്ടുള്ള വിഷയമാണ്. ഈ വിഷയം വലുതായി CPM ആകെ നശിക്കണം എന്ന് കരുതുന്നവരുടെ കൂട്ടത്തിലൊന്നും ഞാനില്ല. അങ്ങനെ നശിക്കുമെന്ന് വിചാരിക്കുന്ന ആളുമല്ല ഞാൻ. ഈ വിഷയത്തെ മറികടന്ന് അവർ പോവും. അതിൻ്റെ ലക്ഷണമാണ് ഇന്ന് MV ഗോവിന്ദൻ പറഞ്ഞതിൽ ചെറവും മുള്ളും മനയും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പാർട്ടിയെ CPMനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് പോലും ഒരു റെസിപ്റ്റ്, കൗണ്ടർ കൂപ്പണും അതിൻ്റെ കൗണ്ടർ ഫോയിലും കൊടുത്തതും തമ്മിൽ 500 വ്യത്യാസമുള്ളതിൻ്റെ പേര് നടപടിയെടുത്തിട്ടുള്ള ഒരു പാർട്ടി, ആ പാർട്ടി ഇന്ന് എവിടെ എത്തി എന്നത് മാത്രമാണ് ഇന്നത്തെ എൻ്റെ ചർച്ച. ശരി, അനിൽകുമാർ മറുപടി. അതുകൊണ്ട് ഇതിനെ മറികടക്കാൻ CPM തയ്യാറാവണം. പാർട്ടി കൃത്യമായ രേഖകൾ സഹിതമാണ് അതിൻ്റെ ഫണ്ടും അക്കൗണ്ടും പ്രവർത്തനം നടത്തുന്നത്. അങ്ങ് പറഞ്ഞതിൽ P. ഗോവിന്ദപിള്ളയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഭാഷാഭൂഷണിയിലെ ജോണി ലൂക്കോസുമായി നടത്തിയൊരു ഇൻ്റർവ്യൂ ഒക്കെയാണ് ആ കാര്യത്തിൽ ഉണ്ടായെന്നാണ് ഞാൻ കേട്ടത്. അതിനപ്പുറം ഒരു കഥ പുതുതായിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ UDF എന്ന് പറയുന്ന ഒരു മിനിറ്റ് വസ്തുതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. പറയട്ടെ, P. ഗോവിന്ദപിള്ളയുടെ പേര് മുന്നണി അല്ല, റോങ് മെസ്സേജ് പാടില്ല. അങ്ങയുടെ മുന്നണി റോങ് മെസ്സേജ് പാടില്ല. P. ഗോവിന്ദപിള്ളയെ നടപടിയെടുത്തത് ഭാഷാഘോഷ ഇന്റർവ്യൂവിന്റെ പേരിലല്ല. വ്യതിയാനം വരുത്തി. അത് നമുക്ക് നോക്കാം. എന്റെ അറിവതാണ്. കേസ് വരട്ടെ. അങ്ങയുടെ മുന്നണി വ്യതിയാനം വരുത്തി സ്വകാര്യ മേഖലയിൽ ഖനനം അനുവദിച്ചു. പറയട്ടെ, അങ്ങയുടെ മുന്നണി സ്വകാര്യ മേഖലയെ ഖനനം നടത്താൻ അനുവദിച്ച് അതിന്റെ ഭാഗമായി അഴിമതി നടത്തിയെന്നാണ് അങ്ങിപ്പോൾ ഇവിടെ ഒരു വാചകം പറഞ്ഞല്ലോ. ഏറ്റവും ഉയർന്ന ഇന്ററിം സെറ്റിൽമെന്റ് കോർട്ട്, അങ്ങ് പറഞ്ഞ കോർട്ടാണ് ഇന്ററിം സെറ്റിൽമെന്റ് കോർട്ട് എന്നൊരു വാചകം അദ്ദേഹം അങ്ങ് പറഞ്ഞു. അതിൽ പറയുന്നത് എന്താണ്? UDFന്റെ സെക്രട്ടറി പറയുകയാണ്, അവർ വ്യക്തിപരമായി ന്യായീകരിച്ചോട്ടെ. ആര്?
ഈ നയപരമായ തീരുമാനമെടുത്ത UDF-ന്റെ നേതാക്കന്മാർ വ്യക്തിപരമായി ന്യായീകരിക്കണം. ആര് ന്യായീകരിക്കണം? അവർ വ്യക്തിപരമായി ന്യായീകരിക്കണം. അന്വേഷണം നടക്കട്ടെ. സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ കമ്പനിയെ അന്വേഷണം നടക്കട്ടെ. നിങ്ങളല്ലേ ഗവൺമെന്റ്? അപ്പൊ അങ്ങയുടെ വാദം എന്താണ്? തീരുമാനമെടുത്ത UDF ഗവൺമെന്റ് അന്വേഷിക്കൂ അനിൽ. സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പറയുന്ന UDF നേതാക്കന്മാരെല്ലാം വ്യക്തിപരമായ ഉത്തരം പറഞ്ഞാൽ മതി, ഞങ്ങൾ രാഷ്ട്രീയമായ ഉത്തരം പറയണ്ട. പിന്നെയോ CPM ഒരു നയപരമായ തീരുമാനത്തിലും അന്വേഷിക്കൂ. CPM പണം കൈപ്പറ്റിയിട്ടില്ല. ഒരു അന്വേഷിക്കൂ. പറയട്ടെ നിയമാനുസരണം ഒരു കമ്പനി ആ കമ്പനിയുടെ നടത്തിപ്പുകാർ നിയമപരമായി പ്രവർത്തനം നടത്തി. അത് നിയമവിരുദ്ധമാണെന്നൊരു വിധി വന്നിട്ടില്ല. ദയവായി ഒന്ന് കേൾക്കണം. കമ്പനിയുടെ നിയമപ്രകാരമുള്ള ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന് ഈ പറയുന്ന ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കടലാസ് തൊടാൻ അവകാശമില്ല. അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഞാനൊരു നിയമത്തിന്റെ വകുപ്പ് കൊടുത്തുകയാണ്. ഇൻകം ടാക്സ് 145I. എന്താ കാരണം എന്നറിയാമോ? നിങ്ങളിപ്പോ പറഞ്ഞല്ലോ കേസെടുക്കാമെന്ന് ചോദിച്ചല്ലോ. കുഞ്ഞാലിക്കുട്ടിയുടെ പേര് കേസെടുക്കാൻ പറ്റില്ല എന്നോട് ചോദിച്ചല്ലോ. കേസെടുക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് കേസെടുക്കാൻ പറ്റത്തില്ല? 145I പ്രകാരം ഏതാണോ വീണയ്ക്കെതിരായി ഉപയോഗിക്കുന്നത് അതേ കടലാസ് വെച്ച് വീണയ്ക്കെതിരായോ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടോ ചെന്നിത്തലയ്ക്കെതിരായിട്ടോ അന്തരിച്ച ഉമ്മൻചാണ്ടിക്കെതിരായിട്ടോ കേസെടുക്കാൻ പറ്റില്ല. അതിന് കാരണം എന്താണ്? 145I പറയുന്നത് കോർട്ട് ക്യാൻ ബി യൂസ്ഡ് ഇൻ എനി ലീഗൽ പ്രൊസീഡിംഗ്. ഇത് തെളിവായിട്ട് ലോകത്തെ ഒരു സ്ഥലത്തും ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന് ഇൻകം ടാക്സ് ആക്ടിന്റെ 245I 245I ഞാൻ മുമ്പ് 145 പറഞ്ഞു, 245I. അതിനർത്ഥം എന്താണ്? ഈ SFI എന്ന് പറയുന്ന ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ ഈ കരാറിനെ കുറിച്ച് ചോദിക്കാനല്ല വരുന്നത്. പിന്നെന്താണ്? കമ്പനി നിയമം ലംഘിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് പറഞ്ഞൊരു ഭാഗമുണ്ട്. എന്താണ് ഭാഗം? കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടോ? ശരിയായ ചോദ്യമാണ്. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ കമ്പനി നിയമത്തിന്റെ 446 വകുപ്പ് പ്രകാരം അന്വേഷണം വരും. കുറ്റമാണ്, സീരിയസ് ഫ്രോഡാണ്. പക്ഷെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്? ഈ രണ്ട് സ്ഥാപനത്തിനും ഒരേ ഡയറക്ടർ വേണം. ഞാൻ ഡയറക്ടർ ആയിരിക്കുന്നു. ഞാനെടുത്ത തീരുമാനം വഴി എൻ്റെ കമ്പനിയുടെ ഓഹരി ഉടമകളെ ഞാൻ പറ്റിക്കണം. അങ്ങ് ദയവായിട്ട് ആ 446 വകുപ്പ് എടുത്ത് വായിച്ചു നോക്ക്. കമ്പനീസ് ആക്ട്. ഒരു SFIOയ്ക്കും ഈ കരാറിനെ കുറിച്ച് അന്വേഷിക്കാൻ അവകാശമില്ലെന്ന്. നിങ്ങൾ രണ്ട് കമ്പനികൾ തമ്മിൽ സേവനം നടത്തിക്കഴിഞ്ഞാൽ ആ സേവനത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള അധികാരം അവർ തമ്മിൽ ഇല്ലെന്ന്. അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. SFIOയും CMRലും തമ്മിലുള്ള നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റിൽ ചുരുങ്ങുന്നില്ല ഈ വിഷയം എന്നുള്ളതാണ് കർണാടക ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ള വാദപ്രതിവാദങ്ങൾ. അതിനപ്പുറത്തേക്ക് KSIDCയെ കൂടി ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, ഇത് വെറും ഒരു 1.72 അല്ല, നേരത്തെ CP ജോൺ പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായി 135 കോടിയുടെ ഇടപാടാണ് അന്വേഷിക്കുക എന്നുള്ളതാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ തന്നെ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ CP ജോൺ, ഇവിടെ നയപരമായ കാര്യത്തിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച നയപരമായ തീരുമാനം അഴിമതി ആയി മാറുന്നതിൻ്റെ നേരത്തെ അനിൽകുമാർ വിശദീകരിച്ച ഭാഗത്തിൽ നിന്നൊരു ചോദ്യം. അവിടെ നയപരമായ അങ്ങനെ തീരുമാനമെടുത്തവർക്ക് പണം ലഭിച്ചിട്ടുള്ളത് ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും PK കുഞ്ഞാലിക്കുട്ടിക്കും VK ഇബ്രാഹിം കുഞ്ഞിനുമാണ്. അത് ഈ കേസുമായി ബന്ധപ്പെട്ടതല്ല എന്നുള്ളതാണ് വാദമെങ്കിൽ ഇത് അന്വേഷിക്കുന്നത് 1.72 കോടിയല്ല, ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് സെറ്റിൽ ചെയ്തിട്ടുള്ള 135 കോടിയാണ്. അതിനകത്ത് ഈ പറയുന്ന UDF രാഷ്ട്രീയക്കാരുടെ പേരുണ്ട്, അതിലൊരു PV ഉണ്ട്, ഞാനല്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. മറ്റുള്ളവർ ഞങ്ങൾ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് കൺസീഡ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതുകൂടി അന്വേഷിക്കുകയാണെങ്കിൽ നയപരമായ തീരുമാനത്തിൻ്റെ പേരിൽ പണം വാങ്ങിയിട്ടുള്ളത് UDF നേതാക്കളല്ലേ എന്നാണ് ചോദ്യം. ചോദ്യം പ്രസക്തമാണ്. അങ്ങനെ കൺസീഡ് ചെയ്തിട്ടുള്ള ഒരാളുകൾ അവർ വ്യക്തമായി കഴിഞ്ഞാൽ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്, പാർട്ടിയുടെ ആവശ്യത്തിന് വാങ്ങിയതാണ്, അത് പാർട്ടിയുടെ അക്കൗണ്ടിലുണ്ട് എന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയുടെ അക്കൗണ്ടിൽ അതുണ്ടോ, ആ വാങ്ങിയതിൽ എന്തെങ്കിലും ശരി തെറ്റുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത് ബന്ധപ്പെട്ട പാർട്ടികളും ഇനി അന്വേഷണ ഏജൻസികളുമാണ്. ഞാൻ ഈ ഇന്നത്തെ ചർച്ചയിൽ അനിൽകുമാർ അത് വലിച്ചഴിച്ചതിനെ മാത്രമാണ് വിമർശിച്ചത്. അങ്ങനെ ഒരു കേസ് അവിടെ ഉണ്ടെങ്കിൽ അന്ന് അസംബ്ലിയിലടക്കം വന്നല്ലോ, അത് അന്വേഷിക്കട്ടെ. UDF ഇപ്പോൾ കേന്ദ്രത്തിലും അധികാരത്തിലില്ല, കേരളത്തിലും അധികാരത്തിലില്ല. ഞങ്ങൾ 2 സ്ഥലത്തും പ്രതിപക്ഷത്താണ്, 2 സ്ഥലത്തും നമ്മൾ റിസീവിങ് എൻഡിലാണ്. അപ്പം ഞങ്ങളുടെ ഭാഗത്ത് പ്രശ്നമുണ്ടെങ്കിൽ ആവട്ടെ. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ തിരിച്ച് രാഷ്ട്രീയം പറയുമ്പോൾ ഓർമ്മിപ്പിക്കാം. അനിൽകുമാറിനെ മാത്രമല്ല CPM ആകെ KM മാണിയുടെ പേരിൽ ഒരു അന്വേഷണം നടന്നു.
അതിനെ സംബന്ധിച്ചൊരു ഹൈക്കോടതി വിധി വന്നു, ഒരു ആക്ഷേപം ഉണ്ടായി. എന്തിനാ കെ എം മാണി സാർ രാജിവെച്ചത്? സീസർ ശുദ്ധനായാൽ പോരാ, സീസറുടെ ഭാര്യയും ശുദ്ധയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നൊരു വരി ആ വിധിയിൽ അവസാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാണി സാറ് കുഴപ്പക്കാരനാണെന്ന് എവിടെ ഉണ്ടായിരുന്നില്ല. ആ ഒരൊറ്റ വരിയെ പിടിച്ചിട്ടാണ് ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കെ എം മാണിയെ രാജിവെപ്പിച്ചു. പിന്നെ ഞങ്ങൾക്കൊക്കെ അന്നേ അറിയാം, ആനയെ അടിക്കുന്നത് മരിക്കാനാണ്, കൊല്ലാനല്ല എന്നറിയുന്നവരായതുകൊണ്ട് കെ എം മാണി സാർ അപ്പുറം പോവില്ലേ, അതൊക്കെ വേറെ വിഷയമാണ്. മാണി സാറല്ല, മാണി സാറിൻ്റെ മകൻ അല്ലെ അദ്ദേഹത്തിൻ്റെ പാർട്ടി. ഇപ്പോൾ ആ പാർട്ടിയോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആരുടെ പേരിലും അന്വേഷണം വരട്ടെ. എന്താണ് പ്രതിപക്ഷ നേതാക്കൾ നിയമസഭയിലെടുത്തത്? ഞാനിവിടെ ചർച്ചയിലെടുക്കുന്ന സമീപനമല്ലല്ലോ. അന്വേഷണം വരട്ടെ, ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അന്വേഷണം വരട്ടെ, ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് പറയുന്ന UDF നേതാക്കൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അന്വേഷിക്കരുതേ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ. ഞാൻ പേര് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് ഡിഫറൻസ്. അപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് എന്താ? ഇവിടെ KSIDC എന്നത് താങ്കൾ വളരെ കറക്റ്റായിട്ട് പറഞ്ഞത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയാണ്. ആ കമ്പനിയിലൂടെയാണ് പലപ്പോഴും ഗവൺമെൻറ് ഇതര കമ്പനികളെ തൊടുന്നത്. അങ്ങനെയാണ് അവരുടെ ഷെയർ കൊടുക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കരിമണൽ കമ്പനി, ആ കരിമണൽ കമ്പനിയിൽ ഗവൺമെൻറ്റിൻ്റെ ഷെയറുണ്ട്. ആ ഷെയറുള്ള കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾക്ക് 1.25 കോടി രൂപ കിട്ടിയിരിക്കുന്നു. അതിൽ തർക്കമില്ല. അത് CPM അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ശരി, ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പ്രസിഡന്റ് CP ജോൺ പറയുന്ന ഇത്രയേ ഉള്ളൂ. UDF ഇനി നയപരമായ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്ന നിലപാടാണ്. ഞങ്ങൾക്ക് പണം കിട്ടിയിട്ടുണ്ട്, ഞങ്ങളത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് പണം കിട്ടിയിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും പറയുന്നു. ഞങ്ങൾ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയാണ് പണം പിരിക്കാൻ ഏൽപ്പിച്ചത് എന്ന് VD സതീശൻ പറയുന്നു. അതിൻ്റെ റെസീറ്റ് ഇന്ദിരാഭവനിലുണ്ട് എന്നും. പിന്നെന്താ പ്രശ്നം? അപ്പോൾ പിന്നെ അന്വേഷണം വേണ്ട എന്ന് പറയുന്ന തൈക്കണ്ടിയിൽ വീണയാണോ, അതോ അന്വേഷണം വന്നാൽ ഞങ്ങളതിനെ നേരിട്ട് കൊള്ളാം എന്ന് പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്കും PK കുഞ്ഞാലിക്കുട്ടിക്കുമാണോ ധൈര്യം? നാളിതുവരെ മുസ്ലിം ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ അക്കൗണ്ടിൽ ഈ പണം വന്നതായി ആ പാർട്ടിയുടെ ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടില്ല. ആ രണ്ട് പാർട്ടികളും ഇലക്ഷൻ കമ്മീഷൻ ഈ തുക വന്നിട്ടില്ല. 2013 മുതൽ ഞാൻ പറയട്ടെ 2013 മുതൽ ഉമ്മൻചാണ്ടി കൊണ്ടുപോയ പൈസ ഒരു ഇലക്ഷൻ കമ്മീഷന്റെ കണക്കിലും കോൺഗ്രസ് എഴുതി കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന നയം അവർക്ക് അനുകൂലമായി നടപ്പാക്കിയതിന് ശേഷം നിങ്ങൾ അവിടുന്ന് പണം ഊറ്റിക്കൊണ്ടിരുന്നു. കരിമണൽ കമ്പനിയിൽ നിന്നും പണം ഊറ്റിക്കൊണ്ടിരുന്നു കള്ളപ്പണമായി. ഇതാണ് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. അത് അന്വേഷിക്കണോ വേണ്ടോ എന്നുള്ള രണ്ടാമത്തെ പോയിന്റ്. അതിനെക്കുറിച്ച് ഞാൻ ഉത്തരം പറയാം. അതിന് മുമ്പ് ഈ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്ന് പറയുന്ന എഴുതിയ ജഡ്ജി ഉണ്ടല്ലോ, ആ ജഡ്ജി കളമശ്ശേരി സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ പുറകെ നടന്നില്ലേ? ആ ജഡ്ജി എഴുതിയതിന്റെ ഉദ്ദേശം എന്നായിരുന്നു? അത് നിങ്ങളുടെ UDF-നകത്തുള്ള KM മാണിക്കെതിരായ ഗൂഢാലോചനയാണെന്ന് KM മാണിയുടെ ജീവചരിത്രകാരൻ എഴുതിയിട്ടുണ്ട്. അത് തന്നെ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് അത് എഴുതിയ ജഡ്ജി കളമശ്ശേരി UDF-ന്റെ ടിക്കറ്റ് മത്സരിക്കാവുന്ന നിങ്ങളുടെ പുറകെ വന്നില്ലേ? അതങ്ങ് ബഹുമാനപ്പെട്ട CP ജോണിനും അറിയാവുന്ന കാര്യമല്ലേ? KM മാണിയെ LDF-ലേക്ക് വന്നത് KM മാണിയുടെ പാർട്ടി. അതുകൊണ്ട് ജീവചരിത്രം വായിക്കേ. പിന്നെ ബാർകോഴ കേസിനകത്ത് പണം ആരുടെ കയ്യിലാന്നുള്ളത് അവസാനമായി തെളിഞ്ഞല്ലോ. കെ ബാബുവിന്റെ കയ്യിലാന്ന് ഇപ്പൊ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ED തന്നെ കണ്ടെത്തിയല്ലോ, മരവിപ്പിച്ച് കഴിഞ്ഞല്ലോ. അങ്ങയുടെ പാർട്ടിയുടെ മുൻ അക്കാലത്തെ മന്ത്രി, കോൺഗ്രസിന്റെ മന്ത്രി കെ ബാബു, ബാർക്കോഴയിലെ മാണിയല്ല പ്രതി, യഥാർത്ഥ പ്രതി കെ ബാബു എന്നുള്ളത് തൈക്കണ്ടയിൽ വീണയ്ക്കുള്ള ഡിഫൻസ് അല്ല അനിലെ. നിങ്ങൾ ഇതൊന്നും വീണയ്ക്കുള്ള ഡിഫൻസ് അല്ല, ഇതൊന്നും വീണയ്ക്കുള്ള ഡിഫൻസ് അല്ല, ഇതൊന്നും പിണറായി വിജയന്റെ ഡിഫൻസ് അല്ല, ഇത് CPM ഡിഫൻസും അല്ല. നിങ്ങൾ ഒഫൻസ് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഞാനിപ്പോ ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്. ഇതൊന്നും നിങ്ങൾ രാഷ്ട്രീയം പറയാൻ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ
നിങ്ങൾ വെറുതെ രാഷ്ട്രീയത്തിൽ കളമശ്ശേരിയിൽ നിന്ന് മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയുടെ കാര്യമൊക്കെയാണ് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വരുന്നെങ്കിൽ എൻ്റെ പൊന്ന് നികേഷ് എന്നെ നിന്നങ്ങ് ഒഴിവാക്കിയാൽ ഞാൻ പൊക്കോളാം. കഴിഞ്ഞു, ഞാൻ അധികം സമയം എല്ലാവരും പോവാണ്. അനിൽകുമാറിന് എന്തെങ്കിലും പറയണ്ട, പൂർത്തിയാക്കാണ്ടെങ്കിൽ ഇറ്റ് ഇസ് ടു മച്ച്. അല്ലല്ല, അതെന്തിനാ വിഷമിക്കുന്നത്? ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ആ പറയുന്ന ജഡ്ജി നിങ്ങളുടെ പുറകെ നടന്നില്ലേ? UDF മറ്റു കാര്യങ്ങളിലേക്ക് വരൂ, മറ്റു കാര്യങ്ങളിലേക്ക് വരൂ. സത്യങ്ങൾ പറഞ്ഞാൽ സത്യം. എന്റെ അനിൽകുമാർ, നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നിങ്ങളെ കുറിച്ച് ഒന്നും ഞാൻ മോശമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അത് ചർച്ച ചെയ്ത് പോയിട്ട് കാര്യമില്ല. നിങ്ങൾ ഇങ്ങനെ അല്ല ഇത്തരം വങ്കത്തങ്ങൾ ഇനി കൃത്യമായിട്ട് പറയാം. നിങ്ങൾ വങ്കത്തങ്ങൾ പറയാണ്. ഒരു ജഡ്ജി പുറകെ നടന്ന കാര്യമാണോ ചർച്ചയെ പറയുന്നത്? ഒരു ജഡ്ജി പുറകെ നടന്ന കാര്യമാണോ ചർച്ചയെ പറയുന്നത്? ഏത് ജഡ്ജി? ഏത് ജഡ്ജി? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഏത് ജഡ്ജി? ഞാൻ പറഞ്ഞത് തെറ്റാണ് പറഞ്ഞു. പേരുകൾ പറയണ്ട. പ്രസക്തമായ വിഷയമാണോ? KM മണിയെ കുറിച്ച് അതും വീണയുമായിട്ട് എന്താ ബന്ധം? എല്ലാവർക്കും അറിയാവുന്ന പേരല്ലേ? അതുകൊണ്ട് മറുപടി എനിക്ക് പറയാൻ പറ്റേ. അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറുമായി ബന്ധപ്പെട്ട കാര്യം നിയമപരമായി കോടതി കൂടെ നടക്കട്ടെ. CPM-ന്റെ മേലെയും മുഖ്യമന്ത്രിയുടെ മേലെയും കടന്നാക്രമിക്കാൻ അങ്ങനെ ചാഞ്ഞ പുറമല്ലത്. ശരി, ഒരു വാദം ഇവിടെ കോച്ചത്തില്ല. ഞങ്ങൾ ജനങ്ങളെ പത്മകുമാറിനെ പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളിക്കാനായില്ല, സാങ്കേതിക തടസ്സം കാരണം. നന്ദി സഹകരിച്ചതിന്. Debate with MV Nikesh Kumar.